Hello everyone, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് ആൻഡ് മിഡ് ക്യാപ് നിഫ്റ്റി, മിഡ് ക്യാപ് സെലക്ടൻ്റെ അനാലിസിസ് ചെയ്യും. അനാലിസിസ് നാളത്തേക്കുള്ള അനാലിസിസ് ആണ്. ഫസ്റ്റ് നാളെ എക്സ്പയറി ആണ് നിഫ്റ്റിയുടെ. സോ നാളെ നോക്കിയിട്ട് വേണം ട്രേഡ് ചെയ്യാൻ. പ്രീമിയം ബേസ്ഡ് നാളെ ഞാൻ യൂഷ്വലി പറയാറുണ്ട്. ആഫ്റ്റർ 9:30 പ്രീമിയം എങ്ങനെയാണ് അതിലായിരിക്കും ബിഹേവ്. ദാറ്റ് മീൻസ് അവർ പ്രീമിയം കൂടുതൽ മെൽറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാൻസസ് കുറവാണ് അവർ എന്തെങ്കിലും ഹ്യൂജ് മൂവ് തരും. ആഫ്റ്റർ 9:30 to 10 ഇടയിൽ പ്രീമിയം കൂടുതലാണെങ്കിൽ, ഹൈ പ്രീമിയം ആണെങ്കിൽ, സോ മോസ്റ്റ് ചാൻസസ് ഉണ്ട് അപ്പോൾ ആണ് നമുക്ക് എന്തെങ്കിലും ഒരു ഗുഡ് നല്ലൊരു മൂവ് കിട്ടാറുണ്ട് ചാൻസസ്, അല്ലെങ്കിൽ ഒരു സൈഡ് വേസ് ആക്കും. ഓക്കെ, സോ ഇത് എപ്പോഴും എക്സ്പയറി ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് വെക്കണം. ഇതൊരു നല്ലൊരു ട്രിക്കാണ് ഫോർ എക്സ്പയറിയിലേക്ക്. നമ്മൾ ശ്രദ്ധിക്കുക. 9:30 വരെ അവർ പ്രീമിയം മെൽറ്റ് ചെയ്യും നോർമലിയാണ്. 9:30 to 10 ആ ഒരു ടൈമിങ്ങിൽ എങ്ങനെയാണ് പ്രീമിയം ബിഹേവ് ചെയ്യുന്നത്? പ്രീമിയം മെൽറ്റഡ് ആണോ ഓർ മിനിമം ഹൈ ആണോ? ഹൈ ആണെങ്കിൽ മൂവ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാവും. ഏത് സൈഡ് നമുക്ക് പറയാൻ പറ്റത്തില്ല, ബട്ട് യെസ് മൂവ് ഉണ്ടാവും. അല്ലെങ്കിൽ സൈഡ് വേസ് ആക്കും. പ്രീമിയം മെൽറ്റഡ് ആണെങ്കിൽ സൈഡ് വേസ് ആക്കാനുള്ള ചാൻസസ് ഉണ്ടാവും. അങ്ങനെയാണ്. ഓക്കെ, സോ നമ്മൾ ചാർട്ട് അനാലിസിസ് കിടക്കുന്ന മുന്നേ നമ്മുടെ ഇവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് എല്ലാം ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ്. ലേൺ ചെയ്യുക, ഏൺ ചെയ്യുക, ഇതാണ് നമ്മുടെ സ്ട്രാറ്റജി, റൈറ്റ്? ഇനി നമ്മുടെ ഫസ്റ്റ് ചാർട്ട് അനാലിസിസ് കിടക്കാം. നിഫ്റ്റി ചാർട്ട് അനാലിസിസ്. നിഫ്റ്റി കണ്ടോ പ്രോപ്പർലി നിഫ്റ്റി നമ്മുടെ തേർഡ് വേവിൽ തന്നെ എൻറ്റേർഡ് ആണ്. റീസൺ എന്ന് വെച്ചാൽ ഗ്യാപ്പ് അപ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ എപ്പോഴും നമ്മൾ പറയാറുണ്ട് തേർഡ് വേവിൻ്റെ ഒരു സൈനാണ് ഗ്യാപ്പ് അപ്പ്. ഓക്കെ, ഗ്യാപ്പ് അപ്പ് തന്നിട്ടേ പോവുകയുള്ളൂ. അതാണ് ഒരു നമ്മുടെ ഒരു ഹെൽത്തി ബുള്ളിഷ് സ്ട്രോങ് സൈനാണ് തേർഡ് വേവിൻ്റെ. ഓക്കെ, ഞാൻ ഇന്നലെ മുതൽ 2 ദിവസമായിട്ടല്ല പറയണത്, ഇത് റെഗുലർ പറയാറുണ്ട്. എൻ്റെ എലിയറ്റ് വേവിൻ്റെ വീഡിയോസിൽ ഞാൻ പ്രോപ്പർലി പറഞ്ഞിട്ടുണ്ട്. തേർഡ് വേവിൻ്റെ സൈനാണ്. തേർഡ് വേവ് എത്ര വരെ പോകും? നമ്മുടെ 2-3 വ്യൂവേഴ്സിന് റെഗുലർ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അവർ വീഡിയോസ് പ്രോപ്പർലി കാണണം. എലിയറ്റ് വേവിൻ്റെ 3 വീഡിയോസ് ഉണ്ട്, 3 കാണുന്നു കേട്ടോ. സോ നമ്മൾ ഇത് എക്സ്റ്റെൻഷൻ ഫിബനാച്ചി ഫ്രം ഹിയർ ടു ഫസ്റ്റ് ബോട്ടം ടു ഫസ്റ്റ് വേവിൻ്റെ ടോപ്പ് ആൻഡ് ദെൻ സെക്കൻഡ് വേവിൻ്റെ ഈ ലോ, അങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഐഡിയ കിട്ടും. നോർമലി 100%, 81.20%, 100%, 127% ആണ് ഒരു ആവറേജ്. ഓക്കെ, 127% ആവറേജ് ആണ്. അതിൻ്റെ പല റൂൾസ് ഉണ്ട്. അത് നമ്മൾ വേവിലേക്ക് വന്നിട്ടില്ല, അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് യെസ് 81.00%, 100%, 127% ആവറേജ് ആണ്. ദാറ്റ് മീൻസ് മിനിമം 180.20%. അത് ഇന്ന് ക്രോസ് ചെയ്തതിൻ്റെ അബവാണ്. 100% ഇനി അപ്കമിങ് ടൈമിൽ, ദാറ്റ് മീൻസ് നാളെ നമുക്ക് നോക്കാം, ചിലപ്പോൾ അത് വരാൻ ചാൻസസ് ഉണ്ടാവും. ആൻഡ് 127% അത് വരണം വെച്ചാൽ അതൊരു മീഡിയം തേർഡ് വേവിൻ്റെ മീഡിയം ടാർഗറ്റാണ്. മനസ്സിലായോ? അതിൻ്റെ അബവ് 161.80%, 200% ആൻഡ് 261.80% വരെ പോകാനുള്ള പവർ നമ്മുടെ ഈ തേർഡ് വേവിൽ ഉണ്ടാവാറുണ്ട്. അത്രയ്ക്ക് പെർഫെക്റ്റ് ആൻഡ് അത്രയ്ക്ക് പവർഫുള്ളാണ് തേർഡ് വേവ്. മനസ്സിലായോ? അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. എൻട്രി ചെയ്യണമെങ്കിൽ തേർഡ് വേവിൽ വേണം എൻട്രി ചെയ്യാൻ. മനസ്സിലായോ? കാരണം വെച്ചാൽ അത് ഫ്ലോയി ആണ്, ആണ്, എയർ ആണ്. എയർ എന്ന് വെച്ചാൽ ദാറ്റ് മീൻസ് അതിനകത്ത് ഇൻ ഷോർട്ട് അതിനകത്ത് ആക്ച്വലി ഇതിനകത്ത് എൻട്രി എടുക്കുന്നത് നമ്മുടെ ബിഗ് ഫണ്ട്സ്, ഹ്യൂജ് മണി, FIAs അവരാണ് ഇതിനകത്ത് എൻട്രി എടുക്കാറ്. കാരണം അവരുടെ കയ്യിലാണ് ഇങ്ങനത്തെ ഒരു ന്യൂസ് ഉണ്ടാവുകയുള്ളൂ. ഈ ഗ്യാപ്പ് ഇടാനുള്ള ന്യൂസ് അവരുടെ കയ്യിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് ന്യൂസ് ബേസ്ഡ് ആണ് തേർഡ് വേവ്. വീഡിയോ പ്രോപ്പർലി കാണണം. 3 വീഡിയോസ് ആ എലിയറ്റ് വേവിൻ്റെ, അപ്പോഴാണ് നിങ്ങൾക്ക് അത് പിടികിട്ടുള്ളൂ. ഓരോരോ ന്യൂസ് ബേസ്ഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഗ്യാപ്പ് അപ്പിൻ്റെ റൂള് പറഞ്ഞിട്ടുണ്ട്. ഈ ഗ്യാപ്പ് എപ്പോൾ ഫില്ലാവും അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വേറൊരു കാര്യം കൂടി പറയാനുള്ളത് എനിക്കാണ്. ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഗ്യാപ്പ് നിങ്ങളിപ്പോൾ ആലോചിച്ചുകൊണ്ട് ഈ ഗ്യാപ്പ് ഫില്ലാകും. ഈ ഗ്യാപ്പ് ഒന്നും ഫില്ലാവാൻ ചാൻസ് ഇല്ല. സബ് കോണ്ടിനേറ്റ്, ദാറ്റ് മീൻസ് ഈ സ്മോൾ മൂവ്സ് ഇതിനകത്ത് ഫില്ല് ചെയ്യില്ല. 1 ഡിഗ്രി കംപ്ലീറ്റ് ആവും. ദാറ്റ് മീൻസ് ഈ ഒരു 5 മൂവ്സ് ഫുള്ള് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കാണ്, കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ പവർ ഉണ്ടാവുള്ളൂ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ളത്. അല്ലാണ്ട് ഈ സ്മോൾ സബ് കോണ്ടിനേറ്റ് മൂവ്സ് ഇതിനകത്ത് പവർ ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് ഇടുന്ന ബിഗ് മണിയാണ് ഈ ഇവിടെ ഫണ്ട് ഇടുന്നത് തേർഡ് വേവിൽ. സോ ഈ ഗ്യാപ്പ് ഫില്ലോ അത് ആ ഒരു ഇതിലേക്ക് നിങ്ങൾ നോക്കണ്ട. അത് നിങ്ങൾ ആരും അത് ചിന്തിക്കേണ്ട. ഈ ഗ്യാപ്പാണ് ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നത്. 2-3 പേര് എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു. ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള പവർ ഈ ഒരു സ്ട്രക്ചറിൽ ഉണ്ടാവില്ല. മനസ്സിലായോ? ഈ ഗ്യാപ്പിൻ്റെ ഇവിടെ വരെ പറയാനുള്ള ചാൻസ് മോസ്റ്റ് നിങ്ങൾ റെഗുലർ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ആ എലിയറ്റ് വേവിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ഇതിലേക്കും വരാൻ പാടില്ല. നമ്മൾ ഫസ്റ്റ് വേവിൻ്റെ ടെറിട്ടറിയിലേക്ക് വരാൻ പാടില്ല.
ദാറ്റ് മീൻസ് 22,677 അവിടെ വരെ വരാവുള്ളൂ. അത് നല്ലൊരു സപ്പോർട്ടാണ്. പിന്നെ ഈ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ പിന്നെ മറന്നു പോയിക്കോ, അത് ശരിക്കും വരാൻ പാടില്ല. അങ്ങനെ ഒരു റൂളാണ് എലിറ്റ് വേവിൻ്റെ, റൈറ്റ്? എനിവേ അത് നമുക്ക് വീട്ടിൽ കളയാം. യെസ്, പിന്നെ നമ്മുടെ രാഹുൽ ആണ്, ഐ തിങ്ക്, സോറി ഞാൻ പേര് വിട്ടുപോയി, ഒരു കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്തായിരുന്നു. ഒരു സംശയം, ഒരു ഡൗട്ട് ഉണ്ട് പുള്ളിക്ക്. സോ ആ ഒരു ഡൗട്ട് എല്ലാവരും ചോദിച്ചു. ഒരു കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഡൗട്ട് ചെയ്യാൻ ഒരു മടിയൊന്നുമില്ല. ഡൗട്ട് ഞാൻ ക്ലിയർ ചെയ്യാൻ എപ്പോഴും റെഡിയാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഡൗട്ട് എലിറ്റ് വേവിൽ 100% ഡൗട്ട്സ് ഉണ്ടാവും. 100% എലിറ്റ് വേവിൽ ഡൗട്ട് ഉണ്ടാകും. കാരണം നിങ്ങൾ ഇവിടെ CP ചെറിയ ചെറിയ കോൾ, ചെറിയ ചെറിയ സ്കാൽപ്പ് അല്ല പിടിക്കുന്നത്. ഇതാണ് നിങ്ങൾ ഫുൾ ട്രെൻഡാണ് പിടിക്കുന്നത്, മനസ്സിലായോ? സോ എനിക്ക് ഇത്ര നാളെ ഒരു ഇത് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഈ നമ്മുടെ വ്യൂവേഴ്സിൽ എന്താ എനിക്ക് ഡൗട്ട് ഇല്ലാത്തത്. ബട്ട് ഇപ്പോൾ അവരായിട്ട് എല്ലാവരും ഡൗട്ട് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഐ ആം ഹാപ്പി. ദാറ്റ് മീൻസ് നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണ് ഇൻ എലിറ്റ് വേവ്. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നില്ല, പിന്നെ എവിടെ നിങ്ങൾ ഇൻട്രസ്റ്റഡ് അല്ലാന്ന് പിന്നെ നമുക്ക് അങ്ങനെയല്ല ചിന്തിക്കാൻ പറ്റുള്ളൂ. എന്തായാലും ഡൗട്ട് ചോദിക്കുന്നത് നല്ലതാണ്, ചോദിച്ചോളൂ, ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഫസ്റ്റ് ഞാൻ 1 hour ടൈം ഫ്രെയിമിൽ പറയാം. 1 hour ടൈം ഫ്രെയിമിൽ ചോദിച്ചു എൻ്റെ അടുത്ത് 1 hour ടൈം ഫ്രെയിം ഏത് വേവാണ്. 1 hour ടൈം ഫ്രെയിമിൽ നമ്മൾ ഇവിടെ നിന്ന് കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഫുള്ള് 1 2 3 4 5 വേവ് കഴിഞ്ഞാൽ 5 മൂവ്സ് കഴിഞ്ഞാൽ ഒരു വേവാണ്. ഓക്കെ, ഇത് സെക്കൻഡിലേക്ക് ഫോളോ ആയി. ആൻഡ് തേർഡ് വേവാണ് ഇത്. സെയിം തന്നെ 15 minutes ടൈം ഫ്രെയിമിലായിരിക്കും. കൺഫ്യൂഷൻ ആവേണ്ട, ഇത് തന്നെയാണ്. നിങ്ങൾ ഇൻട്രാഡേ പ്ലെയർ അല്ലേ? നിങ്ങളായാലും ഞാനായാലും നമ്മൾ മോസ്റ്റ്ലി ഇൻട്രാഡേ പ്ലെയേഴ്സാണ്. സോ നമ്മുടെ എപ്പോഴും നമ്മൾ നോക്കുന്നത് ഏതാണെന്ന് വെച്ചാൽ ടൈം ഫ്രെയിം 50 minutes ടൈം ഫ്രെയിമിൽ നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങളുടെ മേജർ ടൈം ഫ്രെയിം മാക്സ് ടു മാക്സ് നിങ്ങൾ പിടിക്കുന്നത് 50 minutes ടൈം ഫ്രെയിമിലാണ്. ഏത് ട്രെൻഡ് ഫൈൻഡ് ചെയ്യണത്, ട്രേഡ് ചെയ്യണത് 5 or 1 minute ടൈം ഫ്രെയിമിലാണ്. ട്രേഡ് ചെയ്യുന്നത് 5 minutes or 1 minute ട്രെൻഡ് പിടിക്കുന്നത് നിങ്ങൾ 15 minutes ടൈം ഫ്രെയിമിൽ മതി. ഇൻ ഇൻഡെക്സ് ട്രേഡിങ്ങിൽ, ഇൻഡെക്സ് ട്രേഡിങ്, ദാറ്റ് മീൻസ് ഇൻട്രാഡേ പ്ലെയേഴ്സ് അല്ല, ഇൻട്രാഡേ പ്ലെയേഴ്സ് ആണെങ്കിൽ ഈ ഇത്ര ടൈം ഫ്രെയിം മതി, 15 minutes ടൈം ഫ്രെയിം. ഓക്കെ, സോ ഇപ്പോൾ മനസ്സിലായല്ലോ. 15 minutes 1 2 തേർഡ് വേവിലാണ്. ഓക്കെ, ആൻഡ് 1 hourലും സെയിം ഇത് തന്നെയാണ്. ഇതിനകത്ത് പല 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 വേസിൽ പല പല മൂവ്സ് ഉണ്ടാവും. അത് നിങ്ങൾ വീഡിയോ കണ്ടിട്ടില്ല എന്ന് എനിക്ക് പറയാനുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ ഫസ്റ്റ് വേവിൽ നിങ്ങൾ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്നുകൂടി കാണണം. ഫസ്റ്റ് വേവിൽ സ്മോൾ 5 മൂവ് ഉണ്ടാവും. 1 2 3 4 5, മനസ്സിലായോ? 1 വേവിൽ 5 മൂവ്സ് ഉണ്ടാകും, സ്മോൾ 5 മൂവ്സ്. ഇത് പിന്നെ സെക്കൻഡ് ഫോൾ വന്നു. സെക്കൻഡ് ഫോൾ വരുന്നത് A B and C. അവർ C ഇവിടെ തന്നെ തീർത്തു. AB സ്ട്രക്ചറിൽ ദാറ്റ് മീൻസ് 3 ഫോൾ വരത്തുള്ളൂ. 1 2 3 A B C അത്ര വരുള്ളൂ ഇൻ സെക്കൻഡ് വേവ്. ഓക്കെ, പിന്നെ ഇവിടെ നിന്ന് തേർഡ് വേവ് സ്റ്റാർട്ടായി. തേർഡ് വേവിൽ എത്ര മൂവ്സ് ഉണ്ടാകും? 5 മൂവ്, മനസ്സിലായ? സോ ആ ഒരു കോൺസെപ്റ്റ് മറക്കണ്ട. 5 മൂവ് ഉണ്ടാവും. അത് നമുക്കിപ്പോൾ ഒന്നുകൂടി ഞാൻ ഇവിടെ നിന്ന് കൗണ്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നിന്ന് കൗണ്ട് ചെയ്യണമെങ്കിൽ ഇത് 1, ഇത് 2, ഇത് ഫുൾ 3 ആണ്. ഇനി 4 and 5 ഇതിനകത്ത് കിടക്കണുള്ളൂ. ഓർ ഇവിടെ ഇത് 3 ആക്കിയിട്ട് 4, ഇത് 5 ആക്കി. അത് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. ചേഞ്ച് ഓഫ് ക്യാരക്ടറിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ചേഞ്ച് ഓഫ് ക്യാരക്ടർ ദാറ്റ് മീൻസ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ അതിനാണ് പറയുന്നത്. സോ ആ ഒരു ഇത് ബിഹേവിയർ മാറുവാണെങ്കിൽ മാത്രമേ നമുക്ക് കൺഫർമേഷൻ കിട്ടുള്ളൂ തേർഡ് വേവ് തീർന്നു എന്ന് പറയാം. ബട്ട് തേർഡ് വേവ് മോസ്റ്റ്ലി തീർന്നത് നമ്മൾ എക്സ്റ്റെൻഡഡ് ഫിബൊനാച്ചി എടുക്കാം. എക്സ്റ്റെൻഡഡ് ഫിബൊനാച്ചി മോസ്റ്റ് ചാൻസസ് ഉണ്ടാവും. തേർഡ് വേവ് എപ്പോഴും നമ്മൾ നോക്കുവാണെങ്കിൽ ഈ പോയിന്റ് നമ്മൾ മിസ്സായിട്ട് പോകുന്നു. യെസ്, ഓക്കെ. തേർഡ് വേവ് എപ്പോഴും നമ്മുടെ ഈ റേഷ്യോസ് ഉണ്ടല്ലോ, ഫിബൊനാച്ചി, എക്സ്റ്റെൻഡഡ് ഫിബൊനാച്ചി, അവിടെയൊക്കെ തീരുള്ളൂ. അല്ലാണ്ട് ഇതിൻ്റെ പകുതിയിൽ തീരാൻ ചാൻസസ് വളരെ കുറവാണ്, റെയറാണ്. സോ തീരുവാണെങ്കിൽ ഇവിടെ വരണം 23,020, ഓക്കെ, ഓർ 23,200. അവിടെ നിന്ന് അതൊക്കെ ടച്ച് ചെയ്താലേ മാത്രമേ അത് ഒരു തീരുള്ളൂ എന്ന് പറയാം, മനസ്സിലായോ? ഇതിപ്പോൾ ഇത് കണ്ട അങ്ങാടി ഇല്ല ഇങ്ങാടി ഇല്ല, അവിടെയും ഇല്ല ഇവിടെയും ഇല്ല, ഇതിൻ്റെ ഇടയിലാണ്. സോ ചാൻസസ് കുറവാണ്. ദാറ്റ് മീൻസ് പ്രൈസ് ഇവിടെ നിന്ന് തന്നെ റിവേഴ്സ് ആകും. ഫോർത്തിന് ഫോളോ വരാൻ ചാൻസ് ഇല്ല. സോ ചിലപ്പോൾ ഒരു പുൾ ബാക്ക് തന്നെ വീണ്ടും മുകളിലേക്ക് പോകും, ഓർ ഗ്യാപ്പ് അപ്പ് ആകും അവിടെ, മനസ്സിലായോ? അതാണ് ഒരു ഇതിൻ്റെ ഒരു റൂളാണ് ട്രേഡിങ്ങിൻ്റെ, പ്ലസ് എലിറ്റ് വേവിൻ്റെ ഒരു റൂളാണ്. ഇത് നിങ്ങൾ സൂക്ഷിച്ച് നോക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പ്രോപ്പർലി മനസ്സിലാവും. നിങ്ങളുടെ ഓരോ ഫിബൊനാച്ചിയുടെ ഓരോ റേഷ്യോസ് പെർഫെക്റ്റ്ലി വർക്ക് ചെയ്യും. 1 2 5 പോയിൻ്റ് അങ്ങോട്ടൊക്കെ ആവാം ടൈം ഫ്രെയിം അനുസരിച്ച്. ബട്ട് യെസ്, അവിടെ ക്യാൻഡിലിസ്റ്റിക് പാറ്റേൺ കാണാൻ പറ്റും, റിജക്ഷൻ ക്യാൻഡിലിസ്റ്റിക് പാറ്റേൺ. ഓക്കെ, സോ ഇതാണ് എനിക്കിനി തേർഡ് വേവിൻ്റെ പറയുന്നത്. ദാറ്റ് മീൻസ് ഇപ്പോൾ സ്റ്റിൽ തേർഡ് വേവിലാണ് ഇപ്പോൾ പറയും. ഇനി നമുക്ക് വേഗം സമയം കളഞ്ഞില്ല, നമ്മൾ നെക്സ്റ്റ് ഇതിലേക്ക് വരാം.
ടൈം ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ സ്റ്റിൽ തേർഡ് വേവിലാണ് ആൻഡ് സ്ട്രക്ചർ ബുള്ളിഷാണ്, ശ്രദ്ധിച്ചോളൂ. തേർഡ് വേവിലാണ്, സ്ട്രക്ചർ സ്റ്റിൽ ബുള്ളിഷാണ്, നോ വീക്ക്നെസ് ഒന്നും കാണുന്നില്ല ഇപ്പോൾ ചാർട്ടിൽ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത് എന്താണ്, ഇതേ തേർഡ് വേവ് റെഗുലർ വ്യൂവർ. തേർഡ് വേവിൽ ഏത് പാറ്റേൺ ഫോം ആകാറുണ്ട്? ചാനൽ അല്ലേ? നിങ്ങൾക്കത് അറിയില്ലെങ്കിൽ നിങ്ങൾ വീഡിയോസ് കണ്ടിട്ടില്ല. കാരണം പ്രോപ്പർലി ഇതിൻ്റെ വീഡിയോസ് നിങ്ങൾ 3 വീഡിയോസ് ലില്ലർ വ്യൂവിനും കണ്ടിട്ടില്ല. തേർഡ് വേവിൻ്റെ ഒരു പാറ്റേൺ ആണ് ചാനൽ. സോ ആ ചാനൽ ഫോം ആയാലും മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഈ തേർഡ് വേവ് കണ്ടിന്യൂഷനിലാണ് ഓർ തേർഡ് വേവിൻ്റെ ബ്രേക്ക് ഡൗൺ എപ്പോഴാകും, നമുക്കതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായി? സോ ഇത് നോക്കിക്കോ. ഓക്കെ, പിന്നെ സ്മോൾ ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ ഇതായിരുന്നു സ്മോൾ ടൈം. ഓക്കെ, ചാനൽ അതിൻ്റെ ബ്രേക്ക് ഡൗൺ ആയി. ബട്ട് ഇതിൻ്റെ ബിഗർ ടൈം ഫ്രെയിമിൽ വേറൊരു എക്സ്റ്റൻഡ് ചാനലുണ്ട്, കണ്ടോ? മനസ്സിലായോ? സോ സ്റ്റിൽ പ്രൈസ് തേർഡ് വേവിൽ തന്നെയാണ്. സോ ഇനി പ്രൈസ് ഇൻ കേസ് നാളെ താഴേക്ക് വരുവാണെങ്കിലും ഈ ചാനലിൻ്റെ വന്ന് സപ്പോർട്ട് എടുക്കാൻ, ഇൻ കേസ് ഗ്യാപ്പ് ഡൗണോ താഴെ എന്തെങ്കിലും വീണ്ടും വന്നിട്ട് വീണ്ടും പോകാനുള്ള. സോ ഇത് ഫുള്ള് തേർഡ് വേവ് തന്നെയാണ്, എക്സ്റ്റെൻഡഡ് തേർഡ് വേവ് ആണിത്. ഓക്കെ, എക്സ്റ്റെൻഡഡ് തേർഡ് വേവ് ആണ്. എപ്പോഴും നിങ്ങൾ പിടിക്കാനാണെങ്കിൽ തേർഡ് വേവിൽ വേണം പിടിക്കാൻ. തേർഡ് വേവ് പിടിക്കാൻ നമുക്ക് സെക്കൻഡ് വേവ് തന്നെയാണ്. സെക്കൻഡ് വേവിൽ പിടിക്കുക. ബുള്ളിഷ് കാൻഡിൽസ്റ്റിക് പാറ്റേൺ നോക്കിയിട്ട് നമുക്ക് തേർഡ് വേവിൽ തന്നെ, സെക്കൻഡ് വേവിൽ തന്നെ എൻട്രി എടുക്കാം. ഓക്കെ, ഫോർ തേർഡ് വേവ്. അപ്പോൾ തേർഡ് വേവ് എത്ര വരെ പോകും? എയർ ആണ്. 127% മിനിമം പോകണം, മാക്സിമം പല ലെവൽസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, നേരത്തെ ഇപ്പോൾ തന്നെ ഞാൻ അയച്ചിട്ടുണ്ട്, ഓർ വീഡിയോസിലുണ്ട്. ഓക്കെ, ഇനി വേഗം നെക്സ്റ്റ് കാര്യം ഡിസ്കസ് ചെയ്യാം. വീക്ക്നെസ് ഇനി തുടങ്ങുന്ന നാളെ ഇതിൻ്റെ ബിലോ ആയിരിക്കും. ഓക്കെ, ഇതിൻ്റെ ബിലോ പ്രൈസ് പോയാൽ വീക്ക്നെസ് വരും. ഓർ ഇന്നത്തെ ഹൈ ബ്രേക്ക് ആയാൽ ഫെർദർ അപ്സൈഡ് നമുക്ക് കാണാം. ഓക്കെ, 940 above. സോ ഇതിൻ്റെ അകത്താണ് ഇപ്പോൾ പ്രൈസ് ഉള്ളത്. ഓക്കെ, സോ ഫെർദർ ഫോൾ ഇതിൻ്റെ ബിലോ ആണ്. അത് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് സപ്പോർട്ട് നമ്മുടെ വരുന്നത് ഈ ഏരിയ ആയിരിക്കും. 22,800 തന്നെയാണ് നമ്മൾ നെക്സ്റ്റ് സപ്പോർട്ട് വരുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ മറ്റേ ലെവൽസ്. ഇനി പറയാനുള്ളത് എന്താണെന്ന്, ഇൻ കേസ് നാളെ പ്രൈസ് ഗ്യാപ്പ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ താഴേക്ക് വരികയാണെങ്കിൽ ഇവിടെ വരെ മാത്രമേ നിങ്ങൾ താഴെ വരെ പ്ലേ ചെയ്യാവുള്ളൂ. കാരണം ഇവിടെ എവിടെയെങ്കിലും സപ്പോർട്ട് എടുക്കേണ്ടതാണ്. സപ്പോർട്ട് എടുത്തിട്ട് ഇതിൻ്റെ ലൈൻ്റെ ഈ ചാനലിൻ്റെ റെസ്പെക്ട് ചെയ്യണമെങ്കിൽ ദറ്റ് മീൻ വീണ്ടും പ്രൈസ് മുകളിലേക്ക് തന്നെ പോവുള്ളൂ. സോ ഫർദർ ബിയറിഷ്നെസ് ഇപ്പോൾ ഇല്ല. ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ പ്രൈസ് മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ ഗ്യാപ്പ് എത്ര ഹ്യൂജ് ആണോ, എങ്ങനെയാണ് റെസിസ്റ്റൻസിൻ്റെ അവിടെ ആണോ, ഈ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ടോ, ഈ റെസിസ്റ്റൻസിനെ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പിന്നെ ഫെർദർ ബുള്ളിഷ്നെസ് ഉണ്ടാവില്ല. കാരണം ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഈ ക്യാൻഡിൽസ് നോക്കിയൊക്കെ എവിടെയെങ്കിലും ഹെൽത്തി ക്യാൻഡിൽസ് കാണുന്നുണ്ടോ? ഹെൽത്തി ക്യാൻഡിൽസ് എൻ്റെ ഉദ്ദേശം എന്താണ്? വിഗ് കണ്ടോ? വിഗ് ഒക്കെ ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ മാത്രമേ നല്ലൊരു ഹെൽത്തി ബോഡി ഉണ്ട്. ബാക്കി എല്ലാം സൈഡ് വേസ് ആണ്. ദാറ്റ് മീൻസ് സ്ട്രോങ് ബൈ ഒന്നും ഇല്ല. കൺഫ്യൂസ്ഡ് ആണ്. കാരണം എന്ന് വെച്ചാൽ ഇന്ന് വൈകിട്ട് ഈവനിങ് നമ്മുടെ ഫെഡ് മീറ്റിംഗ് ഉണ്ടല്ലോ, ആ ഒരു ബേസിൽ കൺഫ്യൂഷൻ ഉണ്ടാവില്ല അവർക്കും. സോ ആ ഒരു ബേസിലാണ് മാർക്കറ്റ് ഇവിടെ മൊത്തം സ്റ്റക്ക് ചെയ്തു. ദാറ്റ് മീൻസ് അവർക്കൊന്നും ക്ലാരിറ്റി ഇല്ല എന്താകുമെന്ന്. അതുകൊണ്ടാണ് അവർ ഫുള്ള് ടൈം പാസ് ചെയ്തു. മൊത്തം കൺഫ്യൂഷൻ ആയിരുന്നു ഇന്നത്തെ മാർക്കറ്റ്. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ. ഇനി പ്രോപ്പർലി വേറെ പ്രത്യേകിച്ച് ഇതിനകത്തൊന്നും പറയാനില്ല. തേർഡ് വേവ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് ഒരു റേഷ്യോയിൽ കംപ്ലീറ്റ് ആവുള്ളൂ. ഒരു റേഷ്യോയിൽ കംപ്ലീറ്റ് ആയിട്ടാണ് ഫർദർ ഫോൾ വരുള്ളൂ. ഫോർത്തിലേക്ക് ഇപ്പോൾ ഇല്ല. ഫോർത്തിലേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം. വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ ഞാൻ കമൻറ്റ് ചെയ്തേക്കാം. ഓർ നമ്മുടെ ഫോർത്ത് വേവ് മറ്റേ തേർഡ് വേവിൻ്റെ എന്തെങ്കിലും ഇത് കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ റേഷ്യോ അപ്പോൾ വീഡിയോ ഞാൻ ഷെയർ ചെയ്യാൻ പറയാം. സമയമെടുക്കും, പെട്ടെന്ന് തിരക്ക് പിടിക്കേണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഇനി എന്തെങ്കിലും കൺഫ്യൂഷൻ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. നമ്മൾ എന്താ ചെയ്യുക, വേഗം 1 minute ടൈം ഫ്രെയിമിൽ വരിക, റെസിസ്റ്റൻസ് നോക്കുക. ഓക്കെ, റെസിസ്റ്റൻസ് ഫൈൻഡ് ചെയ്തതുണ്ട്. ഡബിൾ ടോപ്പ് ഫസ്റ്റ് ഡബിൾ ടോപ്പ് ഫൈൻഡ് പ്രൈസ് താഴേക്ക് വരണം. ഏത് ABC സ്ട്രക്ചർ ഓർ 1 2 3 നിങ്ങൾ പിടിച്ചാൽ മതി. 1 2 3 4 5ലേക്ക് പോകണ്ട. 4 5 ആകുമ്പോൾ കൺഫ്യൂഷൻ വരും. സോ ഇത് കണ്ടോ, ഡബിൾ ടോപ്പ് ഫോമേ ഇവിടുന്ന് കണ്ടോ, പ്രൈസ് 1 2 3 4 5 കണ്ട. അങ്ങനെയൊക്കെ ട്രേഡ് ചെയ്യാൻ പറ്റും. ശ്രദ്ധിക്കണം, ഇത്തിരി ശ്രദ്ധിച്ചിട്ട് വേണം എല്ലാ കാര്യങ്ങൾ. 1 minute ടൈം ഫ്രെയിമിൽ വന്നാൽ മതി. അപ്പോൾ ഇവിടെ തന്നെ ഒരു 1 വേവ് സ്റ്റാർട്ടായി, സെക്കൻഡിലേക്ക് പുൾ ബാക്ക് തന്നു, തേർഡ് വീണ്ടും താഴേക്ക് വരാൻ തുടങ്ങി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എൻട്രി പോയിൻ്റാണ് നമ്മുടെ SL ഇതാണ്. അപ്പോൾ കുഞ്ഞ് SL ഉള്ളൂ. 940 എൻട്രി എടുക്കുക 926 25 ഉള്ളൂ. കുഞ്ഞ് SL ഉണ്ടാവുള്ളൂ.
ബട്ട് കൺഫർമേഷൻ നിങ്ങൾക്ക് അങ്ങനെ തന്നെ കിട്ടുള്ളൂ. ആ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ ട്രേഡ് എടുക്കണ്ട, ഇങ്ങനെ ശ്രദ്ധിച്ചൊന്ന് നോക്കിയാൽ മതി. ബട്ട് ചെറിയ ചെറിയ പോയിൻറ്റ്സ് നോക്കണം സ്റ്റാർട്ടിങ്ങിൽ. ഓക്കെ, ചെറിയ ചെറിയ പോയിൻറ്റ്സ് നോക്കണം. ചെറിയ ചെറിയ പോയിൻറ്റ്സ് നോക്കിയാലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ സ്റ്റാർട്ടിങ്ങിൽ. ഓൾവേസ് എന്താ ചെയ്യുക, ഫസ്റ്റ് വേവ് കംപ്ലീറ്റ് ആവണം 1 മിനിറ്റ് ടൈം ഫ്രെയിമിലാണെങ്കിൽ. സെക്കൻഡ് പുൾ ബാക്ക് തരണം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ പുൾ ബാക്ക് വരുന്നുണ്ടെങ്കിൽ അപ്പോൾ കൺഫർമേഷൻ കിട്ടി യെസ്. തേർഡ് പിന്നെ പ്രൈസ് പോകാൻ തുടങ്ങി കഴിഞ്ഞാൽ, തേർഡ് വേവ് ആ ഡയറക്ഷനിലേക്ക് പോകാൻ തുടങ്ങിയാൽ ദാറ്റ് മീൻസ് നിങ്ങൾക്ക് കൺഫർമേഷൻ കിട്ടി യെസ്, നമ്മുടെ ഡയറക്ഷൻ കറക്റ്റാണ്, എൻ്റർ ചെയ്യുക. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ ഇനി പറയാനുള്ളത്. വേഗം നമ്മൾ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലൊക്കെ ക്ലിയറായി, പ്രത്യേകിച്ചൊന്നുമില്ല. ബാങ്ക് നിഫ്റ്റി കിടക്കാം. ബാങ്ക് നിഫ്റ്റി ഞാൻ ABC സ്ട്രക്ചർ പറഞ്ഞായിരുന്നു. ബാങ്ക് നിഫ്റ്റിയുടെ ഓൾമോസ്റ്റ് ഐ തിങ്ക് ടാർഗറ്റൊക്കെ കഴിഞ്ഞു. ഈ ഒന്ന് വീഡിയോ കണ്ടില്ലെങ്കിൽ ഒന്ന് 2-3 ദിവസം മുന്നേ പോയി വീഡിയോ കാണണം. ഞാൻ എല്ലാത്തിനും പറഞ്ഞായിരുന്നു ബാങ്ക് നിഫ്റ്റി ABC സ്ട്രക്ചറിലാണ്. അതിൻ്റെ ടാർഗറ്റ് ഇവിടെ എവിടെയെങ്കിലും ആണ്. ഒന്ന് കാണുന്ന വീഡിയോ, അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കണ്ട 200% ആണ്. ഞാൻ 50,000 ഇന്നലെ ഞാൻ പറഞ്ഞു 50,000 എവിടെയെങ്കിലും അടിക്കാനുള്ള ചാൻസസ് ആണ് ഇപ്പോൾ. അത് ABC സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പിടി കിട്ടും. യെസ്, ABC വെറൈറ്റിയാണ്. ബട്ട് ABC സ്ട്രക്ചർ എലിയറ്റ് വേവിൻ്റെ ടഫസ്റ്റ് പാർട്ടാണെന്ന് പറയാം. അതിന് റീസൺ എന്താ? അത് ABC എന്ന് പറഞ്ഞാൽ ഇത്ര റേഷ്യോസ് പെർഫെക്റ്റ് അല്ല. B എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ നിന്നാണ് ഇത് A, ഇത് B എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലോ തന്നെ വരുള്ളൂ. അത് എത്ര വരെ വരും, അങ്ങനെ വരും, അത് നമ്മൾ നോക്കണം. പിന്നെയാണ് നമ്മൾ സ്ലീപ്പ് ലേ ചെയ്യാവുള്ളൂ. സോ എത്ര വലിയ റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ തെറ്റിപ്പോയാൽ പിന്നെ നമുക്ക് പണിയാണ്, നമ്മൾ കറക്റ്റ് ഇറങ്ങിയില്ലെങ്കിൽ. അത് മറ്റേ നോർമൽ നമ്മുടെ എലിയറ്റ് വേവിൻ്റെ സ്ട്രക്ചർ പോലെ അല്ല. അത് മുകളിൽ A എത്ര പോകും, B അത്ര തന്നെ വരുള്ളൂ. ഓർ 81.20% ഒക്കെ ഫോൾ വരുള്ളൂ. അങ്ങനല്ല, ഇത് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇത് ട്രാപ്പ് ആയിരിക്കും. മുകളിൽ പോയി താഴേക്ക് നേരത്തെ ലോ ബ്രേക്ക് ചെയ്യും, ആൻഡ് ദെൻ സഡൻ ജമ്പ് ആയിരിക്കും അത്. ഇത് കണ്ടോ സഡൻ ജമ്പ്. ഇത് ഞാൻ ഇന്നല്ല പറയണത്, ലാസ്റ്റത്തെ 2-3 ദിവസം മുന്നേ ഉള്ള വീഡിയോസ് നോക്കണം. അതിൽ ഞാൻ പറഞ്ഞായിരുന്നു ബാങ്ക് നിഫ്റ്റി ഇവിടെ നിന്ന് തന്നെ ABC സ്ട്രക്ചറാണ്, ബ്ലാസ്റ്റ് ആകും, ഇത്ര ഇവിടെ എവിടെയെങ്കിലും പോകാനുള്ള ചാൻസസ് ഉണ്ടാവും. ഇന്നലെ ഞാൻ പറഞ്ഞത് 50,000 വരെ അടിക്കാനുള്ള ചാൻസസ് ഉണ്ടാവും. ഇപ്പോൾ ഓൾമോസ്റ്റ് എത്ര ഹൈ അടിച്ചേക്കാനാണ്? 49,800 അടിച്ചേക്കാണ്. ആകെ 200 പോയിൻറ്റ്സ് കൂടിയുള്ളൂ. അതുകൂടി ഇങ്ങനെ അടിക്കാനുള്ളൂ അവർക്ക്. അടിക്കാനൊക്കെ വലിയൊരു താമസമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? അതല്ലേ നിങ്ങളുടെ ചോദ്യമായിരിക്കും. ഇത്രയ്ക്ക് ഞാൻ പറഞ്ഞു നെക്സ്റ്റ് എന്താണ് അല്ലേ. നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് റെസിസ്റ്റൻസ് എടുത്ത് വീണ്ടും താഴേക്ക് വരേണ്ടതാണ്. ആ ഫോൾ ABCയുടെ സ്ട്രക്ചറിൽ ഞാൻ പഠിച്ചേക്കുന്നത് എന്താ, ABCD ഫോൾ ABC കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ 5 മൂവ്സിലേക്ക് താഴെ വരുള്ളൂ. ബട്ട് നോട്ട് ഈസി. കാരണം വെച്ചാൽ C ഇതുവരെ കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞ് പറയാനില്ല. കാരണം വെച്ചാൽ ഇവ മുമ്പിൽ തന്നെ 50,000 കാണുന്നുണ്ട്. കണ്ട 50,000 ഇവിടെ തന്നെ കാണുന്നുണ്ട്. സോ 50,000 അടിക്കാതെ അവർ അത്ര എളുപ്പത്തിന് പോവില്ല. കാരണം അവിടെ OI ഡാറ്റ ഇഷ്ടം പോലെ ഉണ്ടാവും. മനസ്സിലായോ? സോ ജസ്റ്റ് ഒന്ന് അവർ ചിലപ്പോൾ ട്രൈ ചെയ്യാൻ നോക്കും, ഒന്ന് ടച്ച് ചെയ്യുക, പേടിപ്പിക്കുക. മനസ്സിലായോ? 50,000 എന്ന് പറഞ്ഞ ഒരു ഹ്യൂജ് ഒരു റൗണ്ട് നമ്പർ അല്ലേ, അതാണ്. പിന്നെ കൗണ്ടിങ്ങോളം നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഇത് ഫുൾ 1 2 3 4 5 ഇപ്പോൾ ഇനി വീക്ക്നെസ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി എന്തായാലും നെക്സ്റ്റ് എന്താണെന്ന് പറയാം. നെക്സ്റ്റ് എന്താ ഫർദർ മൂവ് ഇതിൻ്റെ അപ്സൈഡ് ഉണ്ടാവുള്ളൂ. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഫർദർ മൂവ് അതിൻ്റെ പിന്നെ വീക്ക്നെസ് മേ ബി ഈ ഒരു ട്രെൻഡ് ലൈൻ, യെസ് ഇതിൻ്റെ ബില്ലുമാണ് വീക്ക്നെസ് വരുള്ളൂ ഫർദർ. ഓക്കെ, ബാക്കി ലെവൽസൊക്കെ ഇതിനകത്ത് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ. ഈ ക്യാൻഡലിലെ ലോ കൂടിയാണ്. ഓക്കെ, ഫസ്റ്റ് ഇത് ബ്രേക്ക് ഡൗൺ ആവണം, ദെൻ താഴേക്ക് സപ്പോർട്ട്സ് ഇതാണ്. ഓക്കെ, ഇനി ലിമിറ്റഡ് അപ്സൈഡാണ്, കൂടുതൽ അപ്സൈഡ് ഒന്നും ഇല്ല. ലിമിറ്റഡ് കാരണം വെച്ചാൽ അത്രയ്ക്ക് സ്ട്രെച്ച് ആയല്ലോ, പുൾ ബാക്ക് എന്തായാലും തരണമല്ലോ. നെക്സ്റ്റ് റെസിസ്റ്റൻസ് ഇതാണ്. ഓക്കെ, ഇനി അതിൻ്റെ അഭാവം പോവുകയാണെങ്കിൽ ന്യൂസ് ബേസ്ഡ് ആണ് മാർക്കറ്റ് ഇപ്പോൾ. സോ അതുകൊണ്ടാണ് ഞാൻ ഓർഡർ ബ്ലോക്ക് ഇവിടെ കിടക്കുന്നു. അതിൻ്റെ അഭാവം കൂടി പോവുകയാണെങ്കിൽ ഓർഡർ ബ്ലോക്ക്. ഓക്കെ, സോ ഇത്ര ലെവൽസാണ് ഇതിന്. ബാക്കി ലെവൽസിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. ഓക്കെ, സോ ഫർദർ അപ്സൈഡ് ഇതിൻ്റെ ഇന്നത്തെ ഡേ ഹൈഡ് അഭാവമാണ് ഫർദർ അപ്സൈഡ് വരുള്ളൂ. ബാക്കി 50,000, 50,200, 430 ആൻഡ് 635 ഇത്ര വരെ ആണ് നമ്മുടെ ഈ ടൈപ്പ് ഓഫ് ചാനലാണ്. നിങ്ങൾ വേണമെങ്കിൽ വരച്ച് വെച്ചോളൂ. ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ചാനലാണ് ഇതുള്ളൂ. C സ്ട്രക്ചറല്ലേ, C = 3 തേർഡ് വേവ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കുള്ളൂ. റൂൾസ് മാറും, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതിലേക്ക് നമ്മുടെ ഇത് വന്നിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. എലിയറ്റ് വേവ് ബേസിൽ റൂൾസ് മാറും. സിയുടെ റൂൾസ് ആൻഡ് വേവ് തേർഡിൻ്റെ റൂൾസ് ഡിഫറെൻ്റ് ആണ്. വേഗം സെൻസെക്സിലേക്ക് കിടക്കാം.
സെൻസെക്സ് ഓൾമോസ്റ്റ് നിഫ്റ്റിയുടെ പോലെ തന്നെ. ഓക്കെ, സെൻസെക്സ് നമ്മൾ എക്സ്റ്റൻഡ് ഫിബൊനാച്ചി വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാത്തിൻ്റെ സ്ട്രക്ചറിൽ ഇപ്പോൾ വീക്ക്നെസ് ഒന്നും കാണുന്നില്ല. എലിയറ്റ് വേവിൻ്റെ തേർഡ് വേവ് എന്ന് പറഞ്ഞാൽ പവർഫുൾ വേവാണ്. നമ്മുടെ അല്ല, FIIസിൻ്റെ വേവാണ്. സോ അവർ ബിയറിഷ് കാണിക്കും. ബട്ട് എല്ലാവരുടെയും ബിയറിഷിൽ എടുത്തിട്ട് അവർ മാക്സിമം കൊണ്ടുപോകും. അത് ശ്രദ്ധിക്കണം. അതാണ് നമ്മൾ തേർഡ് വേവിൽ ഞാൻ പറയാം, തേർഡ് വേവിൽ ഞാൻ ഷോർട്ടല്ല. നമ്മൾ ഷോർട്ട് എന്ന് പറഞ്ഞ് നോക്കിയില്ല. വേണമെങ്കിൽ അവിടെ സപ്പോർട്ട് ചെയ്തിട്ട് ചെറിയൊരു സ്കാൽപ്പ് മുകളിലേക്ക് ചെയ്യാം. കാരണം അത്രയ്ക്ക് പവർഫുള്ളാണ് തേർഡ് വേവ്. ഓക്കെ, സോ അതിൻ്റെ 100% N127 സ്റ്റിൽ കിടക്കുന്നുണ്ട്. കണ്ടോ, ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ഓൾറെഡി. ഓക്കെ, ശ്രദ്ധിച്ചോളൂ എല്ലാവരും കൂടി. സോ ഇതിൻ്റെയും സ്ട്രക്ചർ തന്നെ ചാനൽ ഇതുപോലെ തന്നെ മാർക്ക് ചെയ്തേക്കണം. ഞാൻ ഈ ലെവൽസ് വേഗം ഷെയർ ചെയ്തേക്കാം. ഫർദർ അപ്സൈഡ് ഈ ഹൈഡ് അബവായിരിക്കുള്ളൂ. വീക്ക്നെസ് ഇനി ഈ ലോ ബ്രേക്ക് ആയാൽ മാത്രമേ വീക്ക്നെസ് നോക്കൂ. 75,200. ഓക്കെ, ഈ ഇത്ര റേഞ്ചിലൊന്നും വലിയ കാര്യമായിട്ട് ഒന്നും കാണില്ല. പിന്നെ ഈ ഒരു ഇതിൻ്റെ ബില്ല് 75,026 ഇതൊരു സപ്പോർട്ടാണ്. ഓക്കെ, ഇതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഇനി പിന്നെ സപ്പോർട്ട് ഇതായിരിക്കും റൗണ്ട് നമ്പർ 74,800. ഓക്കെ, അത്രയ്ക്ക് മതിയല്ലോ. ബാക്കി മുകളിലത്തെ റെസിസ്റ്റൻസ് ഒക്കെ എല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട്. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്റ്റിൽ പോകാം. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്റ്റിൻ്റെ വീഡിയോ ഞാൻ ഇന്നലെയും ഞാൻ പറഞ്ഞതാണ്. ഇന്നലെ നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് ഇതുവരെ തേർഡ് വേവിൽ എൻറ്റർഡ് ആയിട്ടില്ല. കൂടുതൽ ബ്ലാസ്റ്റ് ചെയ്യുന്നത് ഇത് തന്നെ ആയിരിക്കുള്ളൂ. അത് നന്നായിട്ട് ബ്ലാസ്റ്റിങ്ങിലാണ്. ഓക്കെ, നന്നായിട്ട് ബ്ലാസ്റ്റിങ്ങിലാണ്. ഇപ്പോഴാണ് തേർഡ് വേവിൽ അത് എൻറ്റർഡ് ആയത്. ഓക്കെ, തേർഡ് വേവിൽ ഇപ്പോൾ എൻറ്റർഡ് ആയതുള്ളൂ. ബട്ട് അതിൻ്റെ മൂവ്സ് തുടങ്ങുമ്പോൾ 1, 2, 3, 4 and 5 മൂവ്സ്. ഐ തിങ്ക് മൂവ്സ് കയ്യാറായിട്ടുണ്ട്. യെസ്, നമ്മുടെ 5 മൂവ്സ് കയ്യാറായിട്ടുണ്ട്. പോസിബിലിറ്റി ഉണ്ട് കുറച്ചുകൂടി സ്ട്രെച്ച് ചെയ്യും. ബട്ട് ഇപ്പോൾ ഇത് കോഷൻ സൈനാണ്. ഇവിടെ കണ്ട, ഇത് ഇപ്പോൾ ഒരു കോഷൻ സൈനാണ്. കണ്ടോ, സോ മിഡ് ക്യാപ്പിൽ ഒരു കോഷൻ സൈൻ വരുന്നുണ്ട്. കൂടുതൽ എൻറ്റേർഡ് ആയിട്ടുള്ളൂ തേർഡിലേക്ക്. ബട്ട് മൂവ്സ് ഒത്തിരി കഴിഞ്ഞിട്ടുണ്ട്. 15 minutes ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൈസ് ഇവിടുന്ന് 1, 2, 3, 4, 5% ബുളിഷ്നെസ് ഉണ്ട്, ഇല്ല എന്നല്ല. ബട്ട് യെസ്, ഒരു പുൾ ബാക്ക് താഴേക്ക് വീണ്ടും തരണ്ട. പുൾ ബാക്ക് തന്നിട്ടേ പിന്നെ വീക്ക്നെസ് ഇതിൻ്റെ ബിലോ ആയിരിക്കും. പിന്നെ നെക്സ്റ്റ് സപ്പോർട്ട് ഇതായിരിക്കും. ഓക്കെ, 11,255 സപ്പോർട്ട് സോണാണ്. ഇതും ഒരു സപ്പോർട്ട് സോണാണ്. റെസിസ്റ്റൻസ് ഫർദർ അതിനകത്ത് ഓൾറെഡി ഉണ്ട്. ഓക്കെ, ഇനി 15 minutes ടൈം ഫ്രെയിമിൽ നോക്കാനുള്ളത് എന്താണ് സപ്പോർട്ട്. നെക്സ്റ്റ് അതുകൂടി ബ്രേക്ക് ആയാൽ ഇതായിരിക്കും 11,200. ഇതിനകത്ത് ചാടി ഷോർട്ട് ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ. നെക്സ്റ്റ് ഇതായിരിക്കും. ഓക്കെ, കാരണം വെച്ചാൽ ഇവിടെ സപ്പോർട്ട് എടുത്തു, റെസിസ്റ്റൻസ് എടുത്തു, ഇവിടെ റെസിസ്റ്റൻസ് പുൾ ബാക്ക് ആൻഡ് ദെൻ ആണ് റാലി സ്റ്റാർട്ട് ആയത്. മനസ്സിലായോ? സോ ഇത് നല്ലൊരു സപ്പോർട്ട് ആവേണ്ടതാണ് ഈ ഒരു ഏരിയ. ഓക്കെ, 11,090 ഹോൾഡ് ചെയ്യേണ്ടതാണ് ആ ഏരിയ. ഇൻ കേസ് താഴേക്ക് അപ്കമിങ് ടൈമിൽ വന്നാൽ ഹോൾഡ് ചെയ്യേണ്ടതാണ് ആ ഒരു ഏരിയ. ഓക്കെ, ബാക്കി റെസിസ്റ്റൻസ് ഒക്കെ എല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഇന്നത്തെ വീഡിയോ ഭയങ്കര ലോങ് ആയി. സോ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട.